ബീഫിന്റെ വാരിയല് ഉപയോഗിച്ചിട്ട് മലബാർ സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണി. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി. അപ്പോൾ ഇന്നത്തെ ബീഫ് ബിരിയാണി ആക്ച്വലി മലബാർ ബീഫ് ബിരിയാണി സ്റ്റൈലാണ്. ആബിദ റഷീദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പൊരിച്ച പത്തിരിയും പിന്നെ മട്ടൺ സ്റ്റ്യൂവും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരുടെ കൂടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർ ഒരു 3 മാസം മുന്നേ ഒരു ബീഫ് ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു, ഞാനും ഒരു ബീഫ് ബിരിയാണി ചെയ്യുന്നുട്ടാ, നിങ്ങളുടെ റെഫറൻസ് വെച്ചിട്ട് ആബിദയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തിട്ട് നീ പടച്ചോന്ന് എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടാ. ആബിദനെ ആബിദ എന്ന് വിളിക്കേണ്ടതാണ് ആബിദയ്ക്ക് ഇഷ്ടം. ആരുണ്ടാക്കിയ? ആബിദ ഉണ്ടാക്കിയെന്ന് പറയും. നമ്മുടെ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഭയങ്കര എന്താ പറയുക, ചില ലെജൻസ് അല്ലേ, അതുപോലത്തെ ഒരു ലെജൻഡാണ്. സൂപ്പർ ബിരിയാണിയാണ്. അവരുടെ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഒരു ദിവസം രാത്രി ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കി തന്നു. 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കറിൽ ഇട്ടിട്ട്. ഐ നെവർ ഫോർഗെറ്റ് ദാറ്റ് മട്ടൺ സ്റ്റ്യൂ. സോ ആബിദ, ഇറ്റ്സ് യുവർ ബിരിയാണി. ഞാൻ ഉണ്ടാക്കണത് ഇന്ന് ബീഫിൻ്റെ വാരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഞാൻ 2 സൂപ്പർ ഷോർട്ട് റിബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ തന്നെ, അതായത് ചെറിയ പീസാക്കാതെ മുഴുവനായിട്ടാണ് ഉപയോഗിക്കണത്. നല്ല നെയ്യുള്ള അടിപൊളി പീസാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ആകെ കൂടിയിട്ട് 4 റിബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏതാണ്ട് 1.5 കിലോ 1,600 ഉണ്ടാവും 4 എണ്ണം. ഇത് രണ്ടും കൂടിയിട്ട് 2.5 കിലോ ഇറച്ചിയാണ്. ഈ പീസ് കണ്ടോ നിങ്ങൾ? ഈ പീസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു കുക്കറിൽ ബാബയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാട്ടിത്തരാം കേട്ടോ. ഈ പീസ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് വിലയോ തുച്ഛം ഗുണമോ മെച്ചം. ഈ ഒറ്റ ഡിഷ് കൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാൻ ചെയ്യാക്ക് കൂടുതൽ കാശ് കിട്ടും. ഈരട്ടി എന്തോരം കാശ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആലോചിക്കുന്നത് പണ്ടേര് അല്ലേ. ഓൾഡേ, നീ ഈ കാശൊക്കെ എന്താ ചെയ്യണേ? എനിക്ക് കിട്ടണില്ലേ? ഈ ബിരിയാണി നമ്മൾ കുക്കറിൽ തന്നെയായിട്ട് ഉണ്ടാക്കണേ. ഇവിടെ ഞാൻ ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത ഓയിലിലാണ് നമ്മൾ സോസ് അടിക്കാൻ പോണേ കേട്ടാ. അപ്പോൾ ആ ഓയിലിലേക്ക് തക്കാളി ഇട്ടാ, ഒരു 4 തക്കാളി അരിഞ്ഞതാണ് ഞാൻ ഇടണേ. ഇതേപ്പം തക്കാളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത് കേട്ടാ. ഇതിൻ്റെ പച്ചമണം ഒന്ന് വിടണം എന്നാണ് ആബിദ പറഞ്ഞത്. വിട്ടേക്കാം. ഇനി നമ്മുടെ വറുത്ത ഉള്ളി, ഇതേ ഒരു 3 ഉള്ളി വറുത്തിട്ടുണ്ട് കേട്ടോ, ഗാർണിഷിനടക്കം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ കിനിയാണ് വേണ്ട. തീ ഓഫ് ചെയ്തു. ഇവിടെ ഇനി ആബിദ ആഡ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല, ഓൺലി നത്തിങ് എൽസ്. ഓക്കെ, ഗരം മസാല പൊടിപ്പിച്ചത് കേട്ടോ. 3 വിരലിൽ പിടിക്കണത് എത്രയാണോ അത്ര ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേ. നത്തിങ് എൽസ്, നോ പെപ്പർ, നത്തിങ്. ഓക്കെ, നോ ടെർമറിക്, നോ ചില്ലി, നത്തിങ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഞാനും അത് ആഡ് ചെയ്യാറില്ല. ഐ മീൻ ചില്ലി പൗഡർ. ഗോൾഡൻ ഉണ്ടല്ലോ, എന്നെ ശരിയാക്കി എന്തൊരു ആത്മാർത്ഥ. എടി, മനുഷ്യനൊക്കെ തെറ്റ് പറ്റുന്നു. ഇവര് ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരെ പോലെ കേട്ടോ. അല്ല, ചില്ലിന്ന് ഉദ്ദേശിച്ചത് നിന്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മതി. ഞാൻ ആക്ച്വലി ഈ പാത്രത്തിൽ ഉണ്ടാക്കിയത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണേട്ടാ. കുക്കറിലാകുമ്പോഴേ കാക്കു അങ്ങോട്ട് പോയി ഞാൻ ഇതിലിടാം. കുക്കറിലിടട്ടെ. പൊടി ഇറങ്ങി പൊടി. 2 പിള്ളേരെ എനിക്ക് തന്നിട്ട് പൊക്കോളൂ. ഓക്കെ, താങ്ക് യു. അല്ല, അത് ഇവിടുന്ന് പോവില്ല. അതിന് നേരത്തിന് വലുതും കിട്ടണമെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കില്ല എന്നല്ല, അവൾ എൻ്റെ മെനുവിന് സെറ്റേ. ഇനി നീയൊന്നും വിചാരിച്ച് നടക്കില്ല. നിങ്ങൾക്കറിയാലോ, ബിരിയാണിയുടെ മീറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ ചിക്കൻ ആണെച്ചെങ്കിൽ നമ്മൾ കൂടുതൽ നെയ്യ് ചേർക്കും. ലാമ്പ് അല്ലെങ്കിൽ മട്ടൺ ആണെച്ചെങ്കിൽ ആവശ്യത്തിൽ നെയ്യ് അതിനുണ്ട്. ഇന്നത്തെ നമ്മുടെ റിബിൻ്റെ മുകളിൽ നല്ല നെയ്യുണ്ട്. അപ്പോൾ നമ്മളിതിൽ അധികം ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ഈ ബീഫിൻ്റെ ഫുള്ള് നെയ്യും ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അടിയിൽ നല്ല നെയ്യാണി. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നെയ്യ് കൂടിയത് കൊണ്ട് നെയ്യാണിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കണക്ക് ഞാൻ എൻ്റെ അവസാനം പറഞ്ഞ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒന്നും ചെയ്യണില്ല, നേരെ കുക്കറിലേക്ക് ഇത് എടുത്തിരുന്നു. ഉപ്പ് കല്ലുപ്പാണ് പുള്ളിക്കാരി പ്രിഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കും കല്ലുപ്പ് തന്നെ ഇട്ടേക്കാം. എന്നിട്ട് വിസിലടിപ്പിക്കുക. എങ്ങനെയാണ്? ഒരു ഫുൾ വിസിൽ കുക്കറിൽ വന്നതിന് ശേഷം 20 മിനിറ്റോളം തീ കുറച്ച് വേവിച്ചിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇത്രയ്ക്കും വലിയ പീസ് വേവുള്ളൂ. വെന്തിട്ടില്ല വെച്ചെങ്കിൽ വീണ്ടും വേവിക്കണം. ഇപ്പോൾ ഒറ്റ വിസിലടിച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ള ഫുള്ള് ഗ്യാസ് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബീഫ് റിബ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. കുറച്ചധികം നെയ്യുണ്ട്. ഞാനൊരു തരി നെയ്യ് നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ റിബ്സ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓഹോ, ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഊർന്ന് എടുക്കണില്ല കേട്ടാ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഞാൻ കുറച്ച് ഓയിൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്.
ഓ ഇത് പൊട്ടി വീഴൂട്ടപ്പോൾ. ഓവാ ചേട്ടാ 4 ബ്യൂട്ടിഫുൾ പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇതേ ഇനി ഈ സാധനം കണ്ട ഈ ഗ്രേവി കണ്ട നിങ്ങൾ. ഈ ബീഫ് വേവിക്കുന്നതിനേക്കാൾ മുന്നോട്ട് ഇവിടെ ആബിദ ആക്ച്വലി യോഗട്ട് അല്ലെങ്കിൽ നമ്മുടെ തൈര് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി വരാനായിട്ട്. വെള്ളത്തിന് പകരം പുള്ളിക്കാരി നല്ല പുളിച്ച തൈരാണ് ചേർക്കണേ. ഞാനത് ആ പൊസിഷനിൽ ചേർക്കാച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ബീഫൊക്കെ വെന്ത് കഴിയുമ്പോൾ വെള്ളവും നെയ്യൊക്കെ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തൈര് നമുക്ക് ഇപ്പം നോക്കിയിട്ട് ചേർക്കാം. അതിനാണ് ഞാൻ ആദ്യം ചേർക്കാൻ. ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം പ്രോൺ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സീ ഫുഡ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും എല്ലായ്പ്പോഴും കുറേ ആളുകൾ പറഞ്ഞേ കുക്കറിൻ്റെ അടിയിൽ പിടിക്കുകയാണെന്ന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയുടെ അടിയിലാണല്ലോ നമ്മളെപ്പോഴും, അതായത് റൈസിൻ്റെ അടിയിലാണ് എപ്പോഴും എന്ത് ചെയ്യുക, ചിക്കനോ അല്ലെങ്കിൽ മട്ടണോ, അതായത് മെയിൻ മീറ്റ് അടിയിലാണ് വരിക. അപ്പോൾ ആ മീറ്റിൻ്റെ ഗ്രേവി നമ്മൾ നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ടപ്പോൾ പിന്നെ ഇവിടുത്തെ സീ ഫുഡിന് നല്ല വെള്ളമുണ്ട്. അപ്പോൾ എനിക്ക് അറിയാം അത്രയും സീ ഫുഡിന് അത്രയ്ക്ക് വെള്ളം വരും എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ അലച്ചെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സീ ഫുഡ് അതലച്ചെങ്കിൽ മീറ്റിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 70% അതിൻ്റെ ഗ്രേവിയും വെള്ളമുള്ള പോർഷൻ വേണം. അപ്പോൾ നിങ്ങളൊരു ഗ്രേവി ഉണ്ടാക്കിയിടുമ്പോൾ ഒലത്തിയ പോലത്തെ അവസ്ഥയിലുള്ളൊരു ഗ്രേവിയാണ് അല്ലെങ്കിൽ മീറ്റാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ അരിയും കൂടി ഇട്ടിട്ട് ദം ചെയ്യണ സമയത്താണ് അടി പിടിക്കുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് സമയമാണ് അത് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനാണ് അല്ലെങ്കിൽ മീറ്റാണ് വെച്ചെങ്കിൽ വെന്തിട്ടാണ്, അതായത് വേവിച്ചിട്ടാണ് നമ്മൾ കുക്കറിൽ ചേർക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഗ്രേവി ചെക്ക് ചെയ്യണ ബെസ്റ്റ് സമയമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ തൈര് ചേർത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ഗ്രേവി സെറ്റ് ചെയ്യാണ് കേട്ടോ. അതല്ല വെച്ചെങ്കിൽ അടി പിടിക്കും. ഓക്കെ, നെയ്യ് എനിക്ക് തോന്നുന്നത് അധികം പ്രശ്നമില്ല, കുറച്ചെടുത്ത് മാറ്റാമല്ലേ കോളുടെ ഒരു തരി. ഈ നെയ്യ് നമുക്ക് റൈസിൻ്റെ മുകളിൽ കൂടെ ചേർക്കാം. ഇനി ഞാനൊരു 2 ബിഗ് സ്പൂൺസ് അല്ലെങ്കിൽ ലാഡിൽസ് ഓഫ് തൈര് ചേർക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് ആബിദ എന്താണ് ചേർക്കണത്? കൊറിയാണ്ടർ ലീവ്സ്, ഒരു തരിയും കൂടി ഉള്ളി, ഇനി കുറച്ച് ലൈം ജ്യൂസ്. ഇനി നോക്കിയാൽ നമ്മുടെ ഗ്രേവി കണ്ട പാടി പിടിക്കില്ല. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തോളോ, കുറവുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടാ. നിങ്ങളെ ഞാൻ ബിരിയാണി പഠിപ്പിച്ചിട്ട് അടങ്ങും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പുട്ടല ബീഫ് റിബ്സ് ബാക്കൻ ബ്യൂട്ടിഫുൾ. അയ്യോ ഒരു റിബ്സ് ഊരി പോന്നു കേട്ടാ, ദൈവം പോകുന്നു അവിടുന്ന്. ഓക്കെ, തേപ്പം കണ്ട. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. എന്നാൽ കുറച്ച് മുകളിലേക്ക് നമ്മുടെ മട്ടണും ലാമ്പും ചിക്കനൊക്കെ ആണെങ്കിൽ പൊന്തിക്ക് എടുക്കുകയും വേണം. ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ പരുവം. അപ്പോൾ മിനിമം കുറച്ച് ഗ്രേവി ഇല്ല വെച്ചെങ്കിലാണ് അടി പിടിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അപ്പം നമുക്ക് അരി വേവിക്കാം. ഞാൻ സാധാരണ ചെയ്യണ ബിരിയാണി റൈസിൻ്റെ അരി വേവിക്കില്ലേ, സെയിം പരിപാടി കണ്ടിട്ടാ. ബട്ട് വാച്ച് അഗെയിൻ. സോ നമുക്ക് ഇങ്ങനെ കണ്ട് 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 പഠിക്കാം. കമ്മക്കോൾട്ടാ നീയും പഠിച്ചോ. ആ ശരി, അടിമക്കൾ അല്ലേ കോളുടെ. ശരി, പഠിച്ചിരിക്കണത് നല്ല. ഞാനൊക്കെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ലല്ലേ ഏട്ടാ. നീ വീണ പോലെ എനിക്ക് കുഴപ്പമില്ല, ക്യാമറ ഓണ ഞാണ്ടല്ലോ. എന്തൊരു കാണിച്ചു നീ? നിന്റെ കോണയാടിയാണ് കൂടുതൽ, അതാണ്. ഒരു തവണ അത് വീണിട്ട് ശരിയാക്കിയിട്ടുള്ളൂ. സാമ്പത്തികം വളരെ മോശമായിട്ടുള്ള സമയത്തൊക്കെ കൊണ്ട്. അയ്യോ, ചെറുതായിട്ട് നെഞ്ഞുവാനും എടുത്തു. ആദ്യം വിചാരിച്ചു നീ വീണതാണ്. എന്ത് വീണാലും പണിയാണ്. ടെൻഷനായി. നീ അത് നേരെ വയ്ക്കി. ബിരിയാണിക്ക് കുറച്ച് നെയ്യ്, ഇനി കുറച്ച് പട്ട കരാമ്പൂ, നീ 1 കിലോ ജീരകശാല റൈസ്, ചിക്കൻ സ്റ്റോക്ക്, അതല്ല വെച്ചെങ്കിൽ ബീഫ് സ്റ്റോക്ക് കിട്ടാ. എൻ്റെ അടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. സാമാഡും ചിക്കൻ സ്റ്റോക്ക് വെള്ളത്തിന് പകരം. വെള്ളത്തിൻ്റെ കണക്ക് 1 വിരൽ ആയിട്ടില്ല കണ്ട. സമ്മോൾ 1 വിരലിൻ്റെ വര, 1 വിരലല്ല. ചെറിയ ബേ ലീവ്സ്, ഉപ്പ്. അയ്യോ ഈ ഉപ്പ് ആബിദ കാണണ്ട, കുരു കുട്ടിക്കിൻ്റെ. ആ മുകളിലില്ലല്ലോ. എവിടെയാ? ഇതല്ലേ വരാ കുട്ടിയെ. നീ ഏത് വരാന്ന് വിചാരിച്ച? ആദ്യത്തെ വരാന്ന് പറഞ്ഞപ്പോ എന്റെ കൈ പൊള്ളണേ. ഇത് കുട്ടി ആദ്യത്തെ വരാന്ന് പറഞ്ഞപ്പോ വേറെ വല്ല വരാന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, അടച്ചു വെച്ച് വേവിക്കുക. മാറുക. അടപ്പ് നിന്റെ കാലിൻ്റെ അവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഈ കിച്ചണിലും പാകാവണല്ലേ പെണ്ണുമുള്ള. നീ അടച്ചു വെച്ചിട്ട് മറ്റേ ബബിൾസ് വരണ വരെ അവിടെ ഇരിക്കില്ല കേട്ടാ. ഓക്കെ, നീ ദമ്മിങ് വെരി ഈസി.
നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കുറച്ചുകൂടി ഒരു ലാസ്റ്റ് ഫൈനൽ ടച്ച് അപ്പ് ലിറ്റിൽ ബിറ്റ് ഉള്ളി ഓൺ ദ ടോപ്പ്. ദേ അരി കണ്ട വെള്ളം ജസ്റ്റ് വറ്റി 40% വെന്തിട്ടുള്ളൂ. താഴേക്ക് കുറച്ചും കൂടി സ്റ്റീം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല, നേരെ കുക്കറിലേക്ക് എടുത്തിടുക. ഇട്ടിട്ട് ഇളക്കൊന്നും വേണ്ടട്ടാ, ഇങ്ങനെ വീണ പോലെ കൊണ്ട് വീണോട്ടെ. പരന്നോളത് ബ്യൂട്ടി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് ആ ബീഫിൻ്റെ നെയ്യില്ലേ, അതും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക കേട്ടാ. അകത്തേക്കൊന്ന് കാണിച്ചു കൊടുക്കണം. സ്പീഡിൽ എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല. പണ്ട് അവൾക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അവളിനെ റോക്കറ്റെന്ന് വിളിച്ചായിരുന്നു. ഈ കോമഡിയൊക്കെ ഞാൻ എവിടെ നിന്ന് അടിക്കുന്നില്ലേ ഇവളുടെ ഭയങ്കര വേണാൾ. ലേശം ഉള്ളി വേണമെങ്കിടാ. അവിധ ഇട്ടിട്ടില്ല കേട്ടാ, എൻ്റെ കഴുത്തിലടിക്കും. നീ എന്തൊട്ടുണ്ട് കാണിക്കണേ? ഞാൻ അത് നല്ല ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇൻസ്പയർഡ് ആയതാ ഞാൻ, കുഴപ്പമില്ല. ഇനി അടയ്ക്കുക, വെക്കുക, കുക്കറിൽ വെക്കുക, അടിക്കുക, മറയ്ക്കുക, 20 മിനിറ്റ്. ഓക്കെ സെറ്റ്. പോകോ അടുപ്പത്ത് വയ്ക്കുക, ഫുൾ തീയിൽ ഒരൊറ്റ വിസില്, തീ ഓഫ് ചെയ്യുക. 20 മിനിറ്റ് നേരം കുക്കറിൽ അങ്ങനെ തന്നെ വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിലെടുത്ത് മാറ്റിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ ദം. ഓക്കെ, നമ്മുടെ ബിരിയാണി ശരിയായി. ദേ വിസിൽ ഊരി വെച്ചു. ഇന്നിപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടില്ല. 25 മിനിറ്റ്, അതായത് 20 മിനിറ്റ് വിസിൽ വെച്ചിട്ട് 25 മിനിറ്റ് വിസിൽ വെക്കാണ്ട് നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെയിം തിങ് അല്ലേ, റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ കാണല്ലേ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. വെൻ യു ഡു 1000 times 2000 times then you become champions, masters of cooking. ഓഹോ വാ. ഖജറാരേ ഖജറാരേ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പടയ്ക്കാട്ടാ. നോക്കിയേ റൈസിൻ്റെ ഇത് നോക്കിയേ. അപ്പുരാജ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ചേട്ടായി നിങ്ങൾ ഈ അരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒലർന്ന് കിട്ടണേ? ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. യു നീഡ് ടു കുക്ക് 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 ആൻഡ് കുക്ക് ആൻഡ് കുക്ക് കുക്ക് മൾട്ടിപ്പിൾ ടൈംസ്, ദെൻ യു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ റൈസ്. നത്തിങ് വിൽ ഹാപ്പൻ ഓവർനൈറ്റ്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് തിങ്ങി. നൗ പ്ലേറ്റിംഗ് ടൈം. ഓളുടെ ക്യാമറ ഒപ്പം ഇറങ്ങി വരട്ടെ കേട്ടോ. ഓക്കെ, ലഫ്ലേ. അടി പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മസാല ഇട്ടോളൂ കേട്ടോ. ഇവിടെ ഓരോരുത്തർ അടി പിടിക്കാൻ പാടുപെടുക. എന്താ പോകുന്നത് നീ ചിരിക്കുന്നത്? ഞാൻ കുലിച്ചതല്ല, ഞാൻ സോക്രോൻ്റെ കാര്യമാണ് പറഞ്ഞേ. എല്ലെടുക്കാം. ശരിയാ, ഞാൻ കുറച്ച് അരി എടുത്തു. ഇനി എല്ലെടുക്കണില്ല. ഉള്ള അരി എടുത്തിട്ടേ കാണണ്ട കൊണ്ടേ. ഞാൻ എടുക്കടാ, ഒരു എല്ലെടുക്കുക. ആദ്യം ഞാൻ കുറച്ച് അരി നല്ല മുകളിൽ എല്ലാത്തിൻ്റെയും മുകളിൽ വയ്ക്കാം. ഒരു മിനിറ്റ് നന്നായിട്ട് അരി എടുത്ത് വെച്ചിട്ട് നമുക്ക് മുകളിൽ എല്ല് വയ്ക്കാം. ദേ ഗോൾഡ് എല്ല് എന്ന് പറഞ്ഞു. ഞാൻ ഒരു എല്ല് തന്നെ എടുത്തിട്ടുണ്ട്. എല്ലൂരി പീപ്പ് വിളിക്കാം. ഞാൻ അടുത്തത് എല്ല് വിത്ത് നമ്മുടെ ഒരു ബീഫ് പീസ്. ഓക്കെ ബ്യൂട്ടിഫുൾ. നാദർ പീസ് എല്ല് വിത്ത് melt in your mouth. ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അഗോറ്. There we go, another piece. സാല ഇത്ര മതി. ഇനി കുറച്ച് മസാല ഉണ്ട് കേട്ടോ. ഇതിൽ മസാല പീസും കൂടി ഇതിലിടാം. നോക്കിയേ. ബ്യൂട്ടി. ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഓൾറെഡി അറേഞ്ച്മെൻറ്റ് ഇഷ്ടമല്ല. ദ ബീഫ് ടേസ്റ്റ് സോ നൈസ്. എങ്ങനെയുണ്ട് ടവർ ബിരിയാണി? ഇത് ഇനി മറിഞ്ഞ് അങ്ങോട്ട് വീഴാണ്ടിരിക്കാൻ നമുക്ക് കാര്യം ചെയ്യാം. ഒരു തട അപ്പുറത്ത് ഇടാം. ചെറിയ മതിൽ മതിയാ? അല്ല ഒരു അത് അല്ല ശരിയാക്കാം. ഇനി നമ്മളെന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ കുറച്ച് ബിസ്ത സുമാക്കിറ വാറായി സമാക്കിറായ. ഓക്കെ, അതാ സാധനം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഞാനിത് എന്താ രാജ കയ്യവച്ച അത് നാൻ ടോപ്പ് അല്ല അങ്ങനെ പാടില്ലേ? വീണ്ടും അപൂർവ സഹോദരങ്ങൾ. ഇനി കുറച്ച് നമ്മുടെ മല്ലിയള അങ്ങെല്ലാം പോടുങ്ക. വാട്ട് എ ബ്യൂട്ടിഫുൾ ബീഫ് മലബാർ ബിരിയാണി. മലബാർ ബീഫ് ബിരിയാണി. മലബാർ
ബിരിയാണി. എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി? ഒരു വരമ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടില്ലേ? അത് നോക്കിയാൽ ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫുൾ റിബ് എടുത്തു എന്നുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഫുൾ റിബ് വെച്ചിട്ടും ചെയ്യാം. നല്ല നൈസായിട്ടില്ലേ? ഇപ്പോൾ നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഒരു വാരിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാം. നല്ല ബെസ്റ്റ് കോഴിമുട്ട വെച്ചോളൂ, അപ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഈ കോഴിമുട്ടയുടെ മേളിൽ ചൂടിയും ചരങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവരൊക്കെ കഴിക്കുന്നതിനേക്കാളും മുന്നേ നമുക്കൊരു പീസ് കഴിച്ചോക്കട്ടാ. ഞാൻ അതിനെ നശിപ്പിക്കാൻ പോവാണേ. നേരത്തെ ഗോൾഡ് ഇത് നല്ല ഷോട്ട് ഇട്ടാണ്. ഞാൻ ഇത് പുള്ളി തീർക്കട്ടെ. അമ്മേന്ന് ഗോൾഡ് വെച്ച് ഗോൾഡാണ് ഞാൻ പുള്ളി തീർക്കാന്ന്. നമുക്കിത് ഊരാൻ കിട്ടണ നോക്കാം. എല്ല് വാ. ഞാൻ ഇനി ഇവർക്ക് ഓരോരുത്തർക്കും ഊരാൻ ഞാൻ ഓരോ എല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ഈ ഊരിയെടുത്ത എല്ലിനെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം നമുക്ക്. Look at that beef piece. Now I'm gonna eat this. ഭയങ്കര ചൂടാ. ഇല്ലില്ല, ഇത്രയും തോന്നി ഞാൻ പനി പിടിച്ച് മരിക്കും. ഈ ഭാഗത്ത് നെയ്യുണ്ട്. നെയ്യിനേക്കാളും മുന്നേ ഇവിടെ നിന്നൊരു പീസ് കടിക്കാം നമുക്ക്. മന്തിയില്ലേ? മന്തിയല്ല, മന്തി. പെട്ടെന്ന് മന്തിയില്ല വെച്ചപ്പോൾ കൊള്ളാം. ഞാനിവിടെ ഉണ്ടെന്ന് നോക്കിയേ. അത് കുക്ക്ഡ് ഇൻ പെർഫെക്ഷൻ. ലുക്ക് അറ്റ് ദ ഫാറ്റ്. ഓർഗാസ്മിക്, യു നോ, ഓർഗാസ്മിക്. സോ നൈസ്ലി കുക്ക്ഡ്. ഒരു ഐറ്റം വരുന്നുണ്ടെങ്കിൽ വേറെ കണ്ടോ. ബീഫ് റിബ് എന്ന് പറഞ്ഞാണല്ലോ, നോ രക്ഷ. പ്രത്യേകിച്ച് ഷോർട്ട് റിബ് ഇവിടെ ന്യൂസിലാൻഡിലൊക്കെ കിട്ടണ. തെറിച്ചു. ഇവിടെ ന്യൂസിലാൻഡിലൊക്കെ കിട്ടണ ബീഫ് എന്ന് പറഞ്ഞാണല്ലോ. സത്യം പറയാലോ, നിങ്ങൾക്കിത് കിട്ടണില്ലോ എന്ന് ഒരു വഴി തുറന്നു തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അനുവദിക്കില്ല. നിങ്ങൾക്ക് നല്ലത് തിന്നാനുള്ള യോഗമില്ല. എനിക്ക് അത്രയും പറയാനുള്ള. ഷീനു ഉണ്ട്, ഷീനു. ഞാൻ താടിയുടെ ഇടയ്ക്ക് ഫുഡ് കളക്ട് ചെയ്യണതാ. ഇടയ്ക്ക് നീ ഇവിടെ നിന്നിട്ട് തന്നെ എല്ലോരെന്നെ കിഴിക്കണം. അവിടെ തന്നെ ഓരിക്കോ. എല്ലൂരി ബിരിയാണി. ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കി. തൊട്ടാതെ ഇങ്ങനെ ഊർന്നു പോരും. നീ വരുമ്പോ ഇവന് സക്സസ്ഫുള്ളി എല്ലൂരി ബിരിയാണി. എല്ലൂരി ചൂടുണ്ട്. ചൂടുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞേ. കട്ട് ചെയ്ത പീസ് ഇവർക്ക് കാണിച്ചു കൊടുത്തില്ല പോലെ. ഇനി ഗോൾഡൊക്കെ സൂപ്പർ റൈസ്. വായടിക്ക് പോണെങ്കിൽ മുന്നേ നീ നല്ലതെന്ന് പറഞ്ഞാ. ശരിക്കും നല്ല അടിപൊളി റൈസ്. കഴിച്ചില്ലേ? ബീഫ് കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. ചൂട് ചൂട്. സോറി. ഇവളുടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. മൈക്ക് ഇങ്ങോട്ട് കൊടുത്തിരിക്കുക. ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് നൈസ്. നൈസ്. ബീഫിൽ കുറച്ച് ഷീനും ഉണ്ട്. പക്ഷേ വാരിക്ക് എപ്പോഴും ഷീനും ഉണ്ടാവും കേട്ടോ. കണ്ടിട്ടില്ലേ നിങ്ങൾ വാരിയുടെ ഇടയിൽ? അപ്പോൾ നമുക്ക് മറ്റേ മസിൽസിന്, നമ്മുടെ വായയുടെ മസിൽസിന് ഹൗസ് ബിരിയാണി ബ്രോ. ഈ സാധനം അടിപൊളിയാന്ന്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഒടുക്കത്തെ മണമെന്ന്. നല്ല മണം. എന്തൊരു മണാണ്. ഡോർ വന്നാണ് കയറിയപ്പോ നല്ല മണം ഉണ്ടല്ലേ? അടിപൊളി. നല്ല ബിരിയാണി. അടിപൊളി അരി. ബീഫ് കുക്കിംഗ് സൂപ്പർ. രണ്ടും കൊണ്ട് കഴിച്ചിട്ടല്ലോ. നേരത്തെ പറഞ്ഞ സാധനം ഓർഗാസം വരും. ഓഹോ. അപ്പൊ ആദ്യത്തെ ടോപ്പ് അടിപൊളി മലബാർ. ഇത് 1000 പ്രാവശ്യം 1500 പ്രാവശ്യം ട്രൈ ചെയ്തും കിട്ടിയില്ലെങ്കിൽ ട്രൈ ചെയ്തേക്കും. അതാണ് സക്സസ് ആയ വെഡിച്ചില് സാധനമാണ്. ഇനി മുതൽ നിങ്ങൾ ഫുൾ ടൈം ട്രൈ ചെയ്യട്ടാ. നല്ല അടിപൊളി സൂപ്പർ ബീഫ്. നമുക്ക് ഇനി ബീഫ് കിട്ടിയാൽ നോക്കിയാൽ ഇതിനിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഏജ്ഡ് ആയിട്ടുള്ള ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാം നാട്ടിൽ. ഇപ്പോൾ ഈ ബിരിയാണി നമുക്ക് ഏജ്ഡ് അല്ലാത്ത ബീഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം.
പിന്നെ വാരിയല് മുറിച്ച് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ഷോൻ്റെ ഭാഗമായിട്ട് മുഴുവൻ റിബ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, മുഴുവൻ റിബ് ഉപയോഗിക്കുമ്പോൾ ചൂ ഉണ്ടാവും. ഫാറ്റിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഫാറ്റ് ആ ചോറിന് ഭയങ്കര ഒരു രസമാണ്, ഭയങ്കര അടിപൊളിയാണ് ആ ഫാറ്റിന്റെ ഫ്ലേവർ കേട്ടാ. അപ്പൊ ഞാൻ നേരത്തെ നെയ്യാണിയുടെ ഒരു കഥ പറയാം, ഒരു കണക്ക് പറയാമെന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ ദിവസം ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ കമന്റ് അടിച്ചു, കുറെ ആൾക്കാർ കേട്ടോ, നെയ്യാണ് ഇതിൽ കണ്ടമാനം നെയ്യ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഗീ അല്ലെങ്കിൽ നെയ്യ് ബിരിയാണിയിൽ ചേർക്കണ കാണുമ്പോൾ അതിലെ ഫാറ്റ് കണ്ടന്റ് കൂടി, അതുകൊണ്ട് ഉപദ്രവമുണ്ട്, നീ കണ്ടമാനം നെയ്യ് ചേർത്തു എന്നുള്ള നമ്മുടെ ഈ നെയ്പേടി കൊണ്ട് വരുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു ചെറിയൊരു കണക്ക് പറയാം. ചിക്കൻ വളരെയധികം ഫാറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ബീഫ്, ലാമ്പിലൊക്കെ അധികം ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? സാധാരണ നമ്മുടെ നാട്ടിലൊരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരിക്ക് 200 ഗ്രാം നെയ്യ് അല്ലെങ്കിൽ ഫാറ്റിലാണ് ഈ ബിരിയാണി ചോറ് വേവിക്കുക. ഇനിയിപ്പോൾ അത് കുറവ് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ 180 അല്ലെങ്കിൽ 150 എന്നുള്ള കണക്കെടുക്കുക. അപ്പോൾ 1 കിലോയ്ക്ക് എത്രയായി? 150 ഗ്രാം ആയില്ലേ നെയ്യ്. ഇനി നമ്മളതിൽ എത്രയാ? 1.5 ലിറ്റർ വെള്ളം ചേർക്കും. അപ്പോൾ 2.5 കിലോ 2.25 കിലോ വെന്ത ചോറിൻ്റെ അകത്ത് 160 മുതൽ 200 ഗ്രാം നെയ്യ്, അതല്ലെങ്കിൽ ഫാറ്റാണ്, നമ്മുടെ ഈ ഓയിലാണ് നമ്മുടെ നാട്ടിൽ ചേർക്കണത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണത്? ചിക്കൻ കറി വയ്ക്കില്ലേ? അപ്പോൾ ആ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ചിക്കനിൽ ടോട്ടൽ ഫാറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ചിക്കൻ വെക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്? ഏതാണ്ട് 1 കിലോ ചിക്കനിലേക്ക് ഒരു 100-125 ഗ്രാം നെയ്യ് എന്നുള്ള കണക്ക് ചേർക്കണത്. അപ്പോൾ ടോട്ടൽ എന്ത് സംഭവിച്ചു? ടോട്ടൽ നമുക്കൊരു 3.5 കിലോ വോളിയമുള്ള ഭക്ഷണത്തിൽ അല്ലെങ്കിൽ 3.25 കിലോ വോളിയമുള്ള ഒരു ഭക്ഷണത്തിൽ ഏതാണ്ട് 350 മുതൽ 375 ഗ്രാം ടോട്ടൽ ഫാറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 100 ഗ്രാം ബിരിയാണിയിൽ ഇൻക്ലൂഡിങ് ചിക്കനും ചോറും അടക്കം എത്ര ഗ്രാം ഫാറ്റ് വന്നു? 10 ഗ്രാം അല്ലേ? അതിന് നെയ്യാണി എന്ന് വിളിച്ച് കളിയാക്കുന്നവരോട് ഒരേ ഒരു ചോദിക്കാനുള്ളൂ. നമ്മൾ വെക്കുന്ന ബീഫ് കറിയിൽ എന്തോരം നെയ്യുണ്ട്? 20 മുതൽ 26 ഗ്രാം നെയ്യ് 100-ലില്ലേ? 100 ഗ്രാം ബീഫിലുണ്ട്. കാരണം എന്താ? നമ്മുടെ അവിടെ നമ്മൾ മേടിക്കുന്ന ആവറേജ് സ്റ്റാൻഡേർഡ് കട്ട് ബീഫിൽ 18 മുതൽ 24 ഗ്രാം നെയ്യാണ്. ആ കണക്ക് നമ്മൾ ആലോചിക്കുന്നില്ല. മനസ്സിലായ? അപ്പടി കൂടെ ഒന്ന് യോസിക്കിങ്. ആ, അപ്പൊ ഈ ഗീ കാണുമ്പോൾ ഞെട്ടണ്ട, ഗീക്ക് വില കൂടുതലായ കാരണം ചേർക്കാത്ത. നിങ്ങൾ വിചാരിച്ച എന്താ മറ്റേ സൺഫ്ലവർ ഓയിലും മറ്റേ സാധനം ചേർക്കുന്നത് ആരോഗ്യത്തിന് ബൂസ്റ്റിംഗ് പവർ കിട്ടുന്ന ഒന്നുമില്ല. ഇത് ഏത് സാധനം ചേർത്താലും ഫാറ്റിൻ്റെ ഫലം ഒന്നാ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ആവശ്യത്തിന് ഗീ കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നെയ്യാണ് ഇവിടെ ഭൂരിഭാഗം കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ഐ ബിലീവ്, അതായത് നെയ്യ് അല്ലെങ്കിൽ അനിമലിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് ഇസ് ഫാർ ബെറ്റർ ദാൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ ലൊഡാക്ക് ഫാറ്റിനേക്കാളും. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന പരിപ്പ് വട, നിങ്ങൾ കഴിക്കുന്ന ഉഴുന്ന് വട, പഴംപൊരി, ഇതിലൊക്കെ 100 ഗ്രാമിലുള്ള ഫാറ്റിൻ്റെ കണക്കും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ നെയ്യാണി എന്ന് വിളിച്ച് കളിയാക്കിയവർ ശരിക്കും നിങ്ങൾ കഴിക്കുന്ന ഓരോ സംഭവത്തിലും ഈ ബിരിയാണീനേക്കാളും കൂടുതൽ നെയ്യുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. അൺലെസ് നമ്മൾ പച്ചക്കറി ഇങ്ങനെ മറ്റേ മൊയലിൻ്റെ പോലെ തിന്നുകയാണെങ്കിലും ഒരു ലേശം നെയ്യിൻ്റെ കുറവുണ്ടാവും. ആൻഡ് റിമെമ്പർ, വെൻ യു ഈറ്റ് നെയ്യ് നമ്മൾ കാപ്സിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊരു ബിരിയാണിയിൽ ഈ പറഞ്ഞ കണക്കിനേക്കാളും കൂടുതൽ നെയ്യുണ്ട്. നമ്മളാ കണക്ക് കാണാത്തതാട്ടാ. കീപ്പ് ഓൺ മേക്കിംഗ് ബിരിയാണി. ബേസിക് ടെക്നിക്കിൽ ആ ബേസിൽ വരുന്ന ഗ്രേവി, അതേത് സീ ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു 60-100% ഒരു ബാലൻസ് നോക്കുക. നമ്മുടെ ഇറച്ചിയുടെ തൊട്ട് താഴെ ആ ഗ്രേവി ഉണ്ടാവണം. അപ്പോൾ അടി പിടിക്കില്ല. അപ്പോൾ അടി പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടി കണ്ടാണോ പോകുന്നത്? ഗോൾഡ് ഇതേ കണ്ട. സോ അടി പിടിക്കില്ല കേട്ടാ. ഉണ്ടാക്കി സാധനം സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ. ബൈ ബൈ.